യൂറോപ്പിലെ കലയുടെ നവോത്ഥാനത്തിനു കാരണക്കാരായ മൈക്കിൾ ആഞ്ചലോ, ലിയനാർഡോ ഡാർവിഞ്ചി, ബ്രൂണലെസ്കി എന്നിവരുടെയും നഴ്സസിൻ്റെ പേട്രൺ സെയിൻ്റായ ഫ്ലോറൻസ് നൈറ്റിംഗേളിൻ്റെയും ജന്മനാടായ ഫ്ലോറൻസിലേക്ക് പോകുന്ന വഴിയാണിത്. ഒരു വശത്ത് അതിമനോഹരമായ മലനിരകൾ, മറുവശത്ത് മുന്തിരിത്തോട്ടങ്ങളും ഒലീവ് മരത്തോട്ടങ്ങളും. ഇതെല്ലാം കടന്ന് നമ്മൾ എത്തുന്നത് മനോഹരമായ ഒരു സിറ്റിയിലേക്കാണ്, ഫ്ലോറൻസ്. ഇറ്റലിയിലെ ടസ്കനി എന്ന് വിളിക്കുന്ന ഒരു പ്രോവിൻസിൻ്റെ തലസ്ഥാനമാണ് ഫ്ലോറൻസ്. സാധാരണയായി സന്ദർശകർ അവിടെ എത്തുമ്പോൾ ആദ്യം കാണുന്ന ഒരു പള്ളിയാണ് സാന്റാ ക്രോച്ചെ കത്തീഡ്രൽ. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മൈക്കിൾ ആഞ്ചലോയുടെയും ലിയനാർഡോ ഡാർവിഞ്ചിയുടെയും ബ്രൂണലെസ്കിയുടെയും ഒരുപാട് പെയിൻറ്റിങ്സ് ഉള്ള ഒരു സ്ഥലമാണ്. അതോടൊപ്പം തന്നെ മൈക്കിൾ ആഞ്ചലോ, ലിയനാർഡോ ഡാർവിഞ്ചി, ബ്രൂണലെസ്കി, ലിയോ 10 പോപ്പ് ക്ലെമൻറ്റ്, പിന്നെ നമ്മുടെ റേഡിയോ കണ്ടുപിടിച്ച മാർക്കോണി തുടങ്ങിയവരെല്ലാവരും നിത്യനിദ്ര കൊള്ളുന്ന കല്ലറകൾ ഈ കത്തീഡ്രലിനുള്ളിലാണ്. സന്ദർശകർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് മെഡിച്ചി ചാപ്പൽ. ഇത് യൂറോപ്പിലെ പണ്ടത്തെ ഏറ്റവും വലിയ ബാങ്കിങ് ശൃംഖലയുടെ ഉടമയും ഫ്ലോറൻസ് ഒരു കാലത്ത് ഭരിച്ചിരുന്നതുമായ മെഡിച്ചി ഫാമിലിയുടേതാണ്. ഈ ചാപ്പലിൽ ലിയനാർഡോ ഡാർവിഞ്ചി, മൈക്കിൾ ആഞ്ചലോ, ബ്രൂണലെസ്കി എന്നിവരുടെ ഒരുപാട് മാസ്റ്റർ പീസ് പെയിൻറ്റിങ്സും സ്കൾപ്ചേഴ്സും ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പള്ളികളിൽ ഉപയോഗിക്കുന്ന കാസ, പീലാസ, അരളിക്ക തുടങ്ങിയ സാധനങ്ങളുടെ വലിയൊരു കളക്ഷനും ഇവിടെയുണ്ട്. അതിമനോഹരമായ വാൾ പെയിൻറ്റിങ് ഇവിടുത്തെ സവിശേഷതയാണ്. ഫ്ലോറൻസിലെ വളരെ പോപ്പുലറായ ഒരു സ്ഥലമാണ് പിസാലെ മൈക്കിൾ ആഞ്ചലോ അഥവാ മൈക്കിൾ ആഞ്ചലോ സ്ക്വയർ. ഇവിടെ നമുക്ക് മൈക്കിൾ ആഞ്ചലോയുടെ ദാവീദിൻ്റെ പ്രതിമയുടെ റിപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഫ്ലോറൻസിൻ്റെ മുഴുവനായിട്ടുള്ള ഒരു വ്യൂ കാണാനും സാധിക്കും. അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഇത്. ഈ പിസാലെ മൈക്കിൾ ആഞ്ചലോയിൽ നിന്നിട്ട് ഫ്ലോറൻസ് നോക്കിക്കാണുന്നത്. ഫ്ലോറൻസ് സന്ദർശിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോകേണ്ട ഒരു സ്ഥലമാണ് യുഫിസി ഗാലറി. അതിമനോഹരമായ ഒരു മ്യൂസിയം. മൈക്കിൾ ആഞ്ചലോയുടെയും ലിയനാർഡോ ഡാർവിഞ്ചിയുടെയും പെയിൻറ്റിങ്സിൻ്റെയും പ്രതിമകളുടെയും വൻ കളക്ഷൻ തന്നെ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ലോകപ്രശസ്ത പെയിൻറ്റിംഗായ ബോട്ടിസെല്ലിയുടെ ബെർത്ത് ഓഫ് വീനസ് ആണ് ഇവിടുത്തെ മാസ്റ്റർ പീസ് പെയിൻറ്റിംഗ്. ഫ്ലോറൻസിലെ ഏറ്റവും വലിയ കത്തീഡ്രലാണ് സാന്റാ മരിയ ഡെൽ ഫിയോറെ കത്തീഡ്രൽ. അതിമനോഹരമായ ഡോമോട് കൂടിയ ഒരു കത്തീഡ്രൽ. 1400കളിൽ ബ്രൂണലെസ്കിയാണ് ഈ കത്തീഡ്രൽ ഡിസൈൻ ചെയ്തത്. ഒരുപാട് ആളുകൾ ഫ്ലോറൻസിലേക്ക് എത്തുന്നത് മൈക്കിൾ ആഞ്ചലോയുടെ ലോകപ്രശസ്തമായ ദാവീദിൻ്റെ പ്രതിമ കാണാനും അതോടൊപ്പമുള്ള ഫൗണ്ടൻ ഓഫ് നെപ്റ്റ്യൂണും കാണാനും കൂടെ വേണ്ടിയിട്ടാണ്. മൈക്കിൾ ആഞ്ചലോയുടെ യഥാർത്ഥ പ്രതിമയായ ദാവീദിൻ്റെ പ്രതിമ ഇരിക്കുന്നത് ഫ്ലോറൻസിലെ അക്കഡേമിയ മ്യൂസിയത്തിലാണ്. ഒരുപാട് വിസിറ്റേഴ്സ് വന്ന് എത്താറുള്ള ഒരു സ്ഥലമാണ് അക്കഡേമിയ മ്യൂസിയം.